بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്തുൻ നംൽ 73 മുതൽ 76 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. وَإِنَّ رَبَّكَ ഇവിടെ നൂൻ മുഷദ്ദദ വരുന്നുണ്ട്. ഷദ്ദ് നൽകപ്പെട്ട നൂൻ രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ അതിന് ഉന്നത്ത് നൽകിക്കൊണ്ട് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. وَإِنَّ رَبَّكَ റ തഫ്ഖീം ചെയ്ത് റായിനെ തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. എന്നാൽ ശേഷമുള്ള ബ, കാഫ് ഇവയൊക്കെ തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കേണ്ടവയാണ്. അവയ്ക്കൊന്നും തഫ്ഖീം വരാതെ ശ്രദ്ധിക്കുകയും വേണം. റബ്ബക റബ്ബക ലദൂ ഫദ്ലിൻ ഫദ്ലിൻ ദ്വാദ് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഇസ്തിഅലാഇൻ്റെ 7 ഹർഫുകളിൽപ്പെട്ടതാണ്. ദ്വാദിൻ്റെ പ്രത്യേകമായ മഖ്റജ് നാവിൻ്റെ സൈഡ് നീളത്തിലും അരുനീളത്തിൽ മേലെ അണപ്പല്ലുമായി ചേർത്തുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. ഫദ്ലിൻ മറിച്ച് നാവിൻ്റെ മുൻവശത്തിൽ അഗ്രത്തിൽ നിന്ന് പറയുന്നത് തെറ്റാണ്, അത് സൂക്ഷിക്കണം. അങ്ങനെയല്ല ദ്വാദ് ഉച്ചരിക്കേണ്ടത്. ഫദ്ലിൻ. അപ്പോൾ ഇതിൽ ദ്വാദിന് മാത്രമാണ് തഫ്ഖീം ഉള്ളത്, മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെ ശ്രദ്ധിക്കുക. ഫദ്ലിൻ അലന്നാസി. ഫദ്ലിൻ എന്നതിലെ തൻവീനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. ശേഷം ഹൽക്കിൻ്റെ ഹർഫായ ഐൻ വന്നതിനാൽ തൻവീനിനെ വെളിവാക്കി മണിക്കാതെ ഉച്ചരിക്കുക. ലദൂ ഫദ്ലിൻ അലന്നാസി വലാകിന്ന. വീണ്ടും ആവർത്തിച്ച് ഷദ്ദുള്ള നൂനുകൾ വരുന്നു. 2 ഹറക്കത്തിൻ്റെ അളവിൽ അവയെ മണിക്കണം. വലാകിന്ന അക്സറഹും ലാ യഷ്കുറൂൻ. അക്സറഹും കാഫ്, ഹംസ്, ഷിദ്ദത്ത് തുടങ്ങിയ സിഫത്തുകളുള്ള അക്ഷരമാണ്. അക് അക് എന്ന് ഉച്ചരിക്കണം. അക്തറഹും തീരെ കേൾക്കാതെയോ അക്സറഹും എന്ന് കാഫിൻ്റെ ശബ്ദം ചലിപ്പിച്ച് കൽക്കല നൽകിയോ ആവരുത്. രണ്ടും തെറ്റാണ്. മറിച്ച് അക്സറഹും ശേഷം സാ വ്യക്തമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കുക. അത് സീന് പോലെ ആവരുത്. റായിനെ തഫ്ഖീം ചെയ്യണം, തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. പദത്തിൻ്റെ അന്ത്യത്തിൽ സാക്കിനത്തായ മീം വരുന്നു. സുക്കൂൻ നൽകപ്പെട്ട മീം ഇതിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. അക്സറഹും ലാ യഷ്കുറൂൻ. യഷ്കുറൂൻ ഷീൻ വ്യക്തമായി അതിൻ്റെ സിഫാത്തുകൾ തഫഷി എന്ന സിഫത്ത് മറ്റ് സിഫത്തുകളൊക്കെ നൽകിക്കൊണ്ട് വ്യക്തമായി ഉച്ചരിക്കണം. യഷ് യഷ് ഖുറൂൻ. റായിന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് റായിനെ ഉച്ചരിക്കുക. വഇന്ന റബ്ബക വീണ്ടും ആവർത്തിക്കുന്നു. നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. റായിന് തഫ്ഖീം കൊടുക്കുക. വഇന്ന റബ്ബക ലയഅലമു മാ തുകിന്നു. ലയഅലമു ഐൻ തൊണ്ടയുടെ മധ്യമാണ്, അതിൻ്റെ മഖ്റജ് വ്യക്തമായി മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കുക. ലയഅലമു മാ തുകിന്നു സുദൂറുഹും. വീണ്ടും നൂൻ മുഷദ്ദദ ഷദ്ദുള്ള നൂനിനെ മണിക്കണം. സുദൂറുഹും ഈ പദം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദമ്മുള്ള സ്വാദ് ശേഷം ദമ്മുള്ള ദാല്. സു എന്ന് പറയുമ്പോൾ സ്വാദ് നിസ്ബിയ തഫ്ഖീം കൊടുക്കണം. മൂന്നാമത്തെ സ്റ്റെപ്പിലുള്ള, അതായത് ഏറ്റവും കൂടുതൽ ഫത്ഹ നൽകുമ്പോൾ, ഏറ്റവും കൂടുതൽ ഫത്ഹ നൽകി ദീർഘിപ്പിക്കുമ്പോൾ, പിന്നീട് ഫത്ഹ മാത്രം നൽകുമ്പോൾ, പിന്നെ ദമ്മ് നൽകുമ്പോൾ, അതാണ് നിസ്ബിയായ അല്ലെങ്കിൽ ആപേക്ഷികമായ ആനുപാതികമായ എന്നൊക്കെ അർത്ഥം പറയാം തഫ്ഖീം.
ആ തഫ്ഖീം നൽകപ്പെടുന്ന സ്വാദ് ഇസ്തിഅലാഇൻ്റെ ഹർഫ്. ശേഷം ദാലാണ് വരുന്നത്. ദാൽ ഇസ്തിഫാലിൻ്റെ തർക്കീഖ് ചെയ്യപ്പെടുന്ന അക്ഷരം. അതിന് ഒരു ദ്വാദ് പോലെയുള്ള ശബ്ദം നൽകി തഫ്ഖീം വരുന്നത് സൂക്ഷിക്കേണ്ടത്. കാരണം തൊട്ടു മുമ്പിൽ സ്വാദിനെ തഫ്ഖീം ചെയ്യുമ്പോൾ ദാലിൻ്റെ ഉച്ചാരണം തെറ്റിപ്പോവുക സ്വാഭാവികമാണ്. അതിലും തഫ്ഖീം വരാൻ സാധ്യത പലരുടെ പാരായണത്തിലും ഉണ്ടാകാം, സൂക്ഷിക്കണം. സുദൂറുഹും ശേഷം റാവും വരുന്നുണ്ട്, തഫ്ഖീമിൻ്റെ ഹർഫാണ്, തടിപ്പിച്ച് ഉച്ചരിക്കുക. സുദൂറുഹും വമാ യുഅ്ലിനൂൻ സാക്കിനത മീമും ശേഷം വാവും സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. രണ്ടും ചുണ്ടുകളിൽ നിന്നും ഉച്ചരിക്കുന്ന അക്ഷരമായതുകൊണ്ട് അവ്യക്തമാവാൻ സാധ്യതയുണ്ട്. വ്യക്തമായി മീമിനെയും ശേഷം വ്യക്തമായി വാവിനെയും ഉച്ചരിക്കുക. സുദൂറുഹും വമാ യുഅ്ലിനൂൻ വമാ മിൻ ഗായിബഹ് സാക്കിനത്ത നൂനും ശേഷം ഗൈനും ഇൽഹാർ ഹൽക്കി നൽകി നൂനിനെ മണിക്കാതെ വെളിവാക്കുക. ഗായിബഹ് എന്നത് മദ് മുത്തസിൽ വാജിബ് നൽകി നിർബന്ധമായും അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കണം. ഗൈന് തഫ്ഖീം ചെയ്യേണ്ട ഹർഫാണ്, ഇസ്തിഅലാഇൻ്റെ ഹർഫുകളിൽപ്പെട്ടതാണ്. അതിനെയാണ് അലിഫ് നൽകി ദീർഘിപ്പിക്കുന്നത്. ദീർഘത്തിലും തഫ്ഖീം ഉണ്ടായിരിക്കണം. അപ്പോൾ ഗായിബത്തിൻ ഫിസ്സമാഇ വൽ അർദ് ഗായിബത്തിൻ ആ തൻവീനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിക്കണം. ശേഷം ഫ ആണുള്ളത്, അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഫാഇനെ ഉച്ചരിക്കുക. ശേഷം ഗായിബത്തിൻ ഫിസ്സമാഇ ഇവിടെയുള്ള അലിഫിൻ്റെ ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. എന്നാൽ നേരത്തെ പറഞ്ഞ ഗായിബ എന്നതിലെ അലിഫിൽ നിന്ന് നേർവിപരീതമായി ഈ അലിഫിന് തർക്കീഖാണ് വരുന്നത്. മീം ഇസ്തിഫാലിൻ്റെ ഹർഫാണ്. അവിടെ ഗാ എന്ന് തഫ്ഖീമോടുകൂടി ഉച്ചരിച്ചു. ഇവിടെ സമാ എന്ന് തർക്കീഖോടുകൂടിയാണ് അലിഫിനെ ഉച്ചരിക്കുന്നത്. വൽ അർദി റാഇന് തഫ്ഖീം, ദ്വാദിനും ഇസ്തിഅലാഇൻ്റെ ഹർഫായതുകൊണ്ട് തഫ്ഖീം. കുറഞ്ഞ തഫ്ഖീമാണ് കസ്റായതുകൊണ്ട് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വൽ അർദി ഇല്ലാ ഫീ കിതാബിൻ മുബീൻ കിതാബിൻ എന്നതിലെ തൻവീനിനെ മീമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. ഫീ കിതാബിൻ മുബീൻ ഇന്ന വീണ്ടും നൂൻ മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഹാദൽ ഖുർആന ഹാദ ഇവിടെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്. തർക്കീഖ് ചെയ്യുക. അല്പം പോലും തഫ്ഖീം അതിൽ വരരുത്. ഹാദൽ ഖുർആന ഖാഫ് തഫ്ഖീം ചെയ്യേണ്ട ഹർഫാണ്. നിസ്ബിയ തഫ്ഖീം ضمായതുകൊണ്ട്. റാഇനും തഫ്ഖീം. അൽ ഖുർആന ഖുർആന എന്നായി പോരുത്. ഹംസക്ക് അതുപോലെ അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനൊക്കെയും തർക്കീഖാണ്. ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്. അൽ ഖുർആന യഖുസ്സു ഖാഫും സ്വാദും ഇസ്തിഅലാഇൻ്റെ ഹർഫുകൾ ളമ്മ നൽകപ്പെട്ടവ. നിസ്ബിയ തഫ്ഖീം രണ്ടിനും കൊടുക്കുക. യഖുസ്സു അലാ ബനി ഇസ്രായീൽ ബനി എന്നതിലെ യാഇൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അതിനെ ദീർഘിപ്പിക്കണം. ഇസ്രായീൽ റോ എന്നതിലെ അലിഫിൻ്റെ ദീർഘം മദ് മുത്തസിൽ വാജിബ് നിർബന്ധമായും 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അതിനും ദീർഘം കൊടുക്കുക. റായിനെ തഫ്ഖീം ചെയ്യണം എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിലും തഫ്ഖീം ഉണ്ടായിരിക്കണം. ഇവിടെ ഇസ്റ എന്ന് പറയും പലരും തെറ്റാണ്, അങ്ങനെ പറയരുത്.
സീനിനെ വ്യക്തമായി അതിൻ്റെ സഫീർ എന്ന സിഫത്ത് നിലനിർത്തി നൽകിക്കൊണ്ട് വ്യക്തമാക്കി ഇസ് ഇസ് എന്ന് ഉച്ചരിക്കുക. റോ ഇസ് റോ ഈല അക്സറല്ലദീ ഹും ഫീഹി യഖ്തലിഫൂൻ. വീണ്ടും അക്സറ എന്ന പദം വരുന്നു. കാഫ് ശേഷം സാ ശേഷം റോ, ഇതൊക്കെ വ്യക്തമായി ഉച്ചരിക്കുക. ഹംസ് കാഫിന് നൽകണം. അക്സറ അക്സറ, റായിന് പൂർണ്ണമായ തഫ്ഖീം കൊടുത്ത് ഉച്ചരിക്കണം. അല്ലദീ ഹും ഫീഹി, സാക്കിന് തമീമും ശേഷം ഫാഉം സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം, ഇൽഹാർ ഷഫവി. അക്സറല്ലദീ ഹും ഫീഹി യഖ്തലിഫൂൻ. യഖ് എന്ന് പറയുമ്പോൾ ഖാഇന് തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. യഖ്തലിഫൂൻ. ഈ ആയത്തിലും മേലെയുള്ള ആയത്തുകളിലുമൊക്കെ ഹംസകളെ വളരെ സൂക്ഷ്മതയോടെ ഉച്ചരിക്കണം. അവ്യക്തമായി പോകുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഖുർആന എന്ന് ബനീ ഇസ്രായീല എന്നൊക്കെ പറയും, ഒക്കെ തെറ്റാണ്. വ്യക്തമായി ഹംസകളെ ഉച്ചരിക്കുക എന്നതാണ് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. وإن ربك لذو فضل على الناس ولكن أكثرهم لا يشكرون. وإن ربك ليعلم ما تكن صدورهم وما يعلنون. وما من غائبة في السماء والأرض إلا في كتاب مبين. إن هذا القرآن يقص على بني إسرائيل أكثر الذي هم فيه يختلفون.